Audience. എന്റെ ദൈവമേ, ഒരു അത്യാവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളി ഉണ്ടാമേ. ഓ, ഇവിടെ ഇല്ലേ ഉള്ളി? ഒരു സവാള ഏറ്റെടുത്തിട്ടോ ആവശ്യം. എന്തുവാ? ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇതെന്താ? ചപ്പാത്തി. ചപ്പാത്തി തിന്നണേന് അമ്മ എന്തിനാ എന്നെ പേടിക്കുന്നത്? പേടിയൊന്നും ഇല്ല എനിക്ക്. ഇവിടെ വെച്ചേമ്മ, ചപ്പാത്തിയോടെ വെച്ചേമ്മ. ആ ചപ്പാത്തിയോടെ വെച്ചേ. ഇതെന്താ അമ്മേ ചപ്പാത്തിയുടെ ഉള്ളിൽ കാണുന്നത്? ഇതെന്താ അമ്മേ കാണുന്നത്? വെറും ചപ്പാത്തി ഞാൻ എങ്ങനെയാണ് അതുകൊണ്ട് ഇത്തിരി പഞ്ചാര. വെറും ചപ്പാത്തി ഇവിടെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവല്ലോ. ഇതെന്താ, ഇത് കറിയല്ലേ? കാണാഞ്ഞിട്ടാണോ? കാണാഞ്ഞിട്ടാണോ അമ്മ? അമ്മ കാണാഞ്ഞിട്ടാണോ? മനസ്സിലായി, കാണിച്ചു തരാം കേട്ടാ. ഇത് ഞാൻ തെളിവ് സഹിതം ഞാൻ കനകനെ കാണിച്ചു കൊടുത്തില്ലെങ്കിലില്ലേ എന്റെ പേര് എന്ത് തള്ളയാണ്. ഞാൻ കാണിക്കരുത്. ആ തള്ളയുടെ വഴിക്ക് നിൽക്കണം. ഞാനാണ് പറയുന്നത്. കാണിക്കും 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 കാണിക്കുമെങ്കിൽ ഞാൻ ഉത്തരത്തിൽ ഞാൻ ഇവിടെ തൂങ്ങിയിരിക്കും. അയ്യോ, പഞ്ചസാര തിന്നിട്ട് മക്കള് വഴക്ക് പറഞ്ഞതിന് അമ്മ ഉത്തരത്തിൽ പോയി തൂങ്ങിച്ചാവാണെങ്കിൽ അമ്മ ചത്തോ? എന്റെ ഗതി തന്നെ ആയിരിക്കും. നിനക്ക് നീ നോക്കിക്കോളൂ. കുഴപ്പമില്ലല്ലോ. ഇല്ല, നീ ഒന്നും കൊണ്ട് കാണിക്കടി മക്കളെ. കുഞ്ഞോളെ അവനെ കാണിക്കല്ലേടി. അവനെനിക്ക് പെയ്യ കാണിക്കണ്ട. കാണിക്കല്ലേ മക്കളെ. ഇനി ഇത് ചെയ്യുവോ? ചെയ്യത്തില്ല. ഈ പഞ്ചസാര തിന്ന എന്ത് പറ്റും? എന്ത് പറ്റും പറ? ശകലേ ഞാനിങ്ങനെ എടുത്തിട്ടോളൂ. ഷുഗർ വന്ന് കാലും കൈയൊക്കെ മുറിച്ച് എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. പോ, വയറ് നിറഞ്ഞില്ലേ? പോ, അല്ലെങ്കിൽ കറിയും കൂട്ടി ചപ്പാത്തി വേണോ? വേണ്ട, പോ അങ്ങോട്ട്. എന്റെ പൊന്നേ, എന്തൊരു ശല്യം അമ്മേനെ കൊണ്ട്. വയ്യാതായ ആര് നോക്കും? ചേട്ടാ ശരിയാണ്, ഞാൻ പറഞ്ഞോളെ നിങ്ങൾ പൈസ തന്നെയാണ്. പക്ഷെ ആ പറഞ്ഞ കാലാവധിക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചു തരണമെന്ന് ഞാൻ എവിടെ എടുത്തിട്ട് തരും? ക്ലീറ്റ മച്ചമ്പിയോ? ക്ലീറ്റ മച്ചമ്പി ഇവിടെ ഇല്ല. കോഴിക്കോട്ട് പാർട്ടിയുടെ പരിപാടിയായിട്ട് പോയേക്ക്. ഇല്ലായിരുന്ന ഞാൻ അത് ചേട്ടാ ഞാനൊന്ന് പറയുന്നേക്കെ. ക്ലീറ്റ മച്ചമ്പി ഉണ്ടായിരുന്ന ഞാൻ മേടിച്ച് എങ്ങനെയും തരാമായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് എന്തോ പ്രാവശ്യം ആശുപത്രി കേസോ? പക്ഷെ ചേട്ടാ ഇതിപ്പം ഇന്നൊന്നും ഇപ്പം 10,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. എങ്ങോട്ട് ഞാൻ വിളിച്ചോളാം. എന്തുവാടെ ഇങ്ങനെ തൊള്ള തുറന്നാൽ നിന്റെ തൊണ്ട കീറിപ്പോകും. ഇതിപ്പോ ഫോണിൽ പറയണ്ടല്ലോ, അവർ ഇവിടെ നിന്ന് പറഞ്ഞാലേ കേൾക്കുമല്ലോ. സുഹൃത്തെ, ആകെ ഒരു വല്ലാത്ത അവസ്ഥ നിൽക്കുവാണ്. തമാശയായിട്ട് കുളവാക്കല്ലേ. എന്താ നിന്റെ ആരെങ്കിലും ചത്തോ അതോ റോസ്മേരി വല്ലതും വിളിച്ചോ? അതിന് പിന്നെ മാർഗം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളെ നിന്നൊരു പൈസ മറിക്കേണ്ടി വന്നു. 17,000 രൂപ മറിച്ചു. അയാൾക്ക് ഇപ്പൊ 10,000 രൂപ കൊടുത്തേ പറ്റത്തുള്ള നിർബന്ധം. അയ്യോ, ചേട്ടത്തി വിചാരിച്ചാൽ എന്തെങ്കിലും രീതി എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പലിശ നീ എല്ലായിടത്തും ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. എനിക്കൊരു 10 മിനിറ്റ് മുമ്പ് പറയാൻ ഞാൻ എന്തായിരുന്നു? ഇപ്പൊ കൊണ്ടുവന്ന് അങ്ങ് ഫിക്സഡിലോട്ട് ഇട്ടോളൂ. ഇനിയിപ്പോ 1 വർഷം കഴിയട്ടെ, അന്നേരം എടുത്തു തരാം. ഒരുമാതിരി അമ്മയ്ക്ക് പ്രാണവേദന മോക്ക് വീണവായന എന്ന് പറയുന്ന പോലെ ഞാൻ അത്രത്തോളം ബുദ്ധിമുട്ടി നിൽക്കുക. എനിക്കിപ്പോ ഇന്ന് പൈസ കൊടുത്താലേ പറ്റത്തുള്ളൂ. അന്നേരം വന്ന് ഈ വർത്താനം പറയാനുള്ളൂ. സോറി. ഒരു 10,000 രൂപ താങ്കളുടെ പിടിവായിച്ചു കുടുംബശ്രീന്നോ നിങ്ങളുടെ പിന്നെ പെൺപുലിന്നോ എവിടെന്നെങ്കിലും ഒന്ന് മറിച്ചു തരാൻ പറ്റും? കൃത്യമായ പൈസ ഇല്ല. പെൺപുലിക്ക് ഫണ്ടില്ല, കുടുംബശ്രീക്കുണ്ട്. പക്ഷെ എനിക്ക് എടുക്കാൻ പോലും അവർ സമ്മതിക്കില്ല. കാരണം 2 കള്ളന്മാർ ഈ വീട്ടിലുണ്ടെന്നുള്ളത് അവർക്ക് അറിയാം. അതുകൊണ്ട് അവർ തരില്ല. എനിക്ക് വേണ്ടിയിട്ട് ആരും ജാമ്യം നിൽക്കൂല. അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് നടക്കും. നീ ഇത് തലയിലിട്ടെ. ആരുടെ വീട്ടിൽ പോകണ്ട. നമ്മുടെ ഈ പറമ്പില്ലേ, പറമ്പിന്റെ മൂലയ്ക്ക് നമ്മുടെ കരിയാപ്പലയില്ലേ, അതിന് 2 കള്ള പേപ്പർ എടുക്കണ്ടേ. ഈ മഴയത്ത് ഞാൻ പോകണ്ടേടാ. 100 രൂപ തരാം, 10,000 ഒന്നും തരാനില്ല. അവസ്ഥ അറിഞ്ഞുള്ള ഈ ആക്കൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ, ആക്കിയതല്ല റൊണാൾഡോ. എന്റെ മാമൻ പൂത്തലയും അന്നേരം വരും. അന്നേരം അന്ന് ഇതിന് പറഞ്ഞാൽ ഞാൻ നിർത്തിച്ചോളാം. നീ ഇവിടെ തൽക്കാലം പൂത്തൊലഞ്ഞ് നിൽക്ക്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തവൻ എന്ത് ചെയ്യാനാ പിന്നെ? ആരോട് പോയി ചോദിക്കും?
അയ്യോ കറിക്ക് അരിയുന്നതേ ഉള്ളു. ഇതും കൂടെ മെഴുക്കുരട്ടിയാ മതി. ചേട്ടാ വേറെ കറി ഇരിപ്പുണ്ടോ? വേറെ കറി ഇരിപ്പുണ്ട്. എന്നിട്ട് അമ്മയ്ക്ക് വിശക്കുന്ന എന്താണെന്ന് അറിഞ്ഞില്ല, പതിവില്ലാത്ത ഒരു വിശപ്പെന്ന്. അമ്മ രാവിലെ കഴിച്ചില്ലേ, അതുകൊണ്ടാ. ഇത് പെട്ടെന്നാവും. 10 മിനിറ്റ്. അല്ലടി ക്ലീറ്റോ എവിടെ ഇല്ലേ? എവിടെ പോയി? അവിടെ ഇല്ലല്ലോ, പാർട്ടിയുടെ എന്തോ ആവശ്യമായിട്ട് ദൂരെ എവിടെ പോയിരിക്കുക. എവിടെയാ എന്തോ ഇങ്ങോട്ട് വാ. എന്തുണ്ടങ്ങനെ? മെഴുക്കുരട്ടമ്മ ഇല്ലിപ്പണ്ട് മെഴുക്കുവരട്ടി കഴിച്ചിട്ടുണ്ടോ? 5 സ്റ്റാർ ടേസ്റ്റ് ആണ്. കായങ്ങോട്ട് അരിഞ്ഞ് പച്ചമുളകും കീറി ഇട്ട് സവാളയും കൊച്ചുള്ളിലിട്ട് ഓ പെട്ടെന്ന് എന്തോ കാര്യം സാധിക്കാനുണ്ട്. എന്ത് കാര്യം? എന്തോ ഉണ്ട്. ഞാൻ വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ ഉണ്ടാക്കി തരുന്നത് കൊണ്ട് സന്തോഷപൂർവ്വം എന്റെ ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. എന്താടാ ഇന്ന് എന്നത്തേനേക്കാളും പതിവില്ലാതെ ഒരു ലില്ലിപ്പണ്ണ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പാതയിലൂടെ പൊക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ അമ്മ, എന്തോ കാര്യം സാധിക്കാൻ ബുദ്ധിമുട്ട് പറ. ഞാനൊരാടെ ഒരു പൈസ മറിച്ചായിരുന്നു. അയാൾക്ക് ഇപ്പൊ ആ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇന്നിപ്പോ ഞാൻ ഇവിടുന്ന് 10,000 രൂപ ഒപ്പിക്കും. എത്ര രൂപ? 10,000. 10,000 രൂപ? അതാണ് ഞാൻ തരേണ്ടത്. ലില്ലിപ്പണ്ണ വിചാരിച്ചാ നടക്കും. എന്റെ അച്ചാച്ചാ 10,000 രൂപ തികച്ചു വേണ്ട കാലം പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വണ്ടിയുടെ പൈസ പണിഞ്ഞത് പെൻഡിങ് കിട്ടാനുള്ള പൈസ എടുക്കുന്നു. പണയം വെച്ച പണയം അങ്ങോട്ട് അടച്ചിട്ട് എടുത്ത് കൈ തരും. എന്റെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. മാലയാ ഞാൻ ഉദ്ദേശിച്ചത്. മാല പണയം വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു. ഈ മാലയാ? പൈസക്ക് ആവശ്യം വരുമ്പോ വെക്കാനും വിൽക്കാനും ഒക്കെ ഉള്ളതല്ലേ ഈ സ്വർണം. ആവശ്യം വന്ന സമയത്ത് പോലും ഈ മാല എടുത്തിട്ടില്ല. അപ്പോഴാണ് ഇനി അച്ചാച്ചന് തരാൻ പോണത്. ഏട്ടനറിഞ്ഞാലേ കൊല്ലും. പൊക്കോ, ഇത് ചോദിച്ചെന്നറിഞ്ഞാൽ തന്നെ കൊല്ലും. ബാക്കിയുള്ളവരുടെ ആവശ്യം സഹായിക്കാരുമില്ലല്ലോ. നിന്നാ ചോറുന്നിട്ട് പോ. ചോറ് വേണ്ടേ? സോപ്പൊടി തീർന്നു വന്നാലും ചേച്ചി. ഓ ചേച്ചി വരുന്നുണ്ടാ ഇന്ന്? നീടെ പോണേ? റേഷൻ കട വരുന്നുണ്ടാ? ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നത്. ഇന്ന് അവസാനത്തെ ദിവസമാണ്. സത്യം മറന്നുപോയല്ലോടിയേ. നീ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വെള്ളരി ഉണ്ടാവത്തില്ല, മണ്ണെണ്ണ ഉണ്ടാവത്തില്ല. അയാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാസം ആദ്യം ചെല്ലണോന്ന്. ചേച്ചിനെ കാത്തു നിൽക്കുന്ന ദിവസം ഒന്നും എനിക്ക് കിട്ടാറില്ല. ഈ മാസം ആദ്യം ചെല്ലണവർക്ക് മാത്രം സാധനങ്ങൾ മതിയോ? ഇതെന്ത് അയാള് പറയാ അയാളുടെ ഒരു മുരടനാണെന്ന് ചേച്ചിക്ക് അറിയാം. ഞാൻ വരുന്നുണ്ട്. 2 വർഷം കൂടി അലക്കാനുണ്ട്. അത് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അതവിടെ ഇട്ടിട്ട് വായിച്ച് പോയിട്ട് വരാൻ ചേച്ചി. അത് മഴയൊക്കെയാണ്. നനച്ചു വെച്ചിടി. അത് എന്നിട്ട് പോകാം നമുക്ക്. പിന്നെ റൊണാൾഡോ അച്ചാച്ചനുണ്ടോ അവിടെ? ഉണ്ടോ? ആ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. ചേച്ചിയോട് പൈസ വല്ലതും ചോദിച്ചാ? ആടി പൈസ ചോദിച്ചു. നിന്റെ അടുത്ത് ചോദിച്ചാ? പിന്നെ ചോദിക്കാതെ 10,000 രൂപ എന്നോടും. ഞാനോർത്ത് വല്ല 500 1000 ഒക്കെ ആയിരിക്കും. 10,000 രൂപ. അല്ലെങ്കിൽ പറയണേ പൈസ ഇല്ലെങ്കിൽ മാല തരാൻ. ചേച്ചിയോട് മാല ചോദിച്ചാ? അതൊന്നും ചോദിച്ചില്ല. എന്റെ ഇത് പൊടിയല്ലേ ഉള്ളൂ. പറയണേ ഈ മാല പണയം വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്. പക്ഷെ അതിന് മുമ്പ് ആരോടോ ബഹളം വെക്കുന്നുണ്ട് ഫോണിൽ. ഞാൻ അത് കേട്ടണ്ടാ ചെന്നേ. എനിക്ക് ഇവൻ ആരോടോ പൈസ മേടിച്ചിട്ട് അവിടെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടാവും. പെട്ടുപോയിട്ടുണ്ടാവും. അതായിരിക്കും പെട്ടുപോയിട്ടുണ്ടാവും. ഈ അമ്മയും ഉണ്ടായിരുന്നു അടുത്ത്. അമ്മ പറഞ്ഞു അവളുടെ ഇവൻ ഈ നമ്മുടെ അടുക്ക ചോദിക്കാതെ റോസ്മേരിനോടും കൊച്ചമ്മച്ചിനോടും അല്ലേ ചോദിക്കാം? റോസ്മേരിയുടെ കഴുത്തലും കയ്യിലും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ മാസം 1,000 രൂപ വെച്ച് പണിയെടുത്താൽ കിട്ടൂലേ? അതെന്നെ. എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും ഇറക്കാൻ നടക്കണം? ആങ്ങളാണെങ്കിലും എങ്ങനെ പറയാം? ആരുടെ ആങ്ങളെ ആരുടെ കുടുംബം? അത് ഞാൻ പറഞ്ഞല്ലോ, ആങ്ങളാണെങ്കിലും അങ്ങനെ പറയാതിരിക്കും. എല്ലാ ആങ്ങളമാരും ഇങ്ങനെ തന്നെ. ഇവിടെ വന്നു കയറിയതും അങ്ങനെ. അതിനകത്തൊട്ടൊന്നും നോക്കണ്ട. എന്റെ ആങ്ങളെ നല്ല മിടുക്കനാണ്. ഞങ്ങൾ അങ്ങനെയാ ഞങ്ങളുടെ കുടുംബത്തെ വളർന്നിരിക്കുന്നത്. പിന്നെ ഭയങ്കര വളർച്ച. ഒരു കാര്യം ചെയ്യോ? നിന്റെ പണിയെല്ലാം കഴിഞ്ഞില്ലേ? പണി അത്ര ഒന്നും കഴിഞ്ഞിട്ടില്ല. അതെ, ഇതൊന്നും കൊണ്ടൊന്ന് അലമ്പിട്ട്. എവിടുന്ന്? ആ പൈപ്പിന്റെ വീട്ടില്. പിന്നെ ഞാൻ ഒരുപാട് അലക്കിയിട്ട് നിൽക്കുക അവിടെ. പോവണ്ടേ? കടയിൽ പോണ്ടേ? കഷ്ടമാണ് കേട്ടോ ചേച്ചി. ഇരിക്കണ്ടേ ലില്ലി? ഞാൻ 2 കഷ്ണം തുണി കൂടെ ഉണ്ട്, അതും കൂടി എടുക്കാം. അയ്യോ ഞാൻ എടുക്കാൻ നിൽക്കല്ലേ. പോടുന്നു പോയി റെഡി ആയിക്കോ. പോയി ഇത് ഞാൻ റെഡി ഊരിയിട്ടോളാം. ചെല്ലു പോ. അത് അവിടെ ഒന്ന് കൂടുന്നേ. ചേച്ചി റെഡിയാവും ചേച്ചി. മഴയ്ക്ക് മുന്നേ നമുക്ക് പോയിട്ട് വരാം. ലില്ലിയേ, രക്ഷപ്പെട്ടു.
ലില്ലി എന്തുവായിട്ടാ? വന്നേ നീ. എന്തുവായിട്ട് കിടന്ന് വിളിച്ചു കൂവണത്? എടി മനുഷ്യൻ മാത്രം ചോറ് ഞാൻ സമ്മതിക്കത്തില്ലേ? മനുഷ്യന്റെ മനസ്സമാനം പോയിരിക്കുക. എന്താണ്? എന്റെ ഏറ്റവും കാർഡ് കാണാനില്ല. ആ ഫസ്റ്റ് ATM കാർഡ് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പേഴ്സിലല്ലേ എപ്പോഴും വെക്കുന്നത്, അതാണെങ്കിൽ ഒരു നിലത്ത് വെക്കത്തുമില്ല. എടി നീ എവിടെയെങ്കിലും ഉണ്ടാ നോക്കിയാണ് കൊണ്ടത്? പേഴ്സ് നോക്കാം ആദ്യം. പേഴ്സിലൊക്കെ നോക്കി, പേഴ്സ് നോക്കിയിട്ടില്ലേ കാണാത്തോണ്ട് ഇതിനകത്ത് നോക്കിയത്. അലമാരി വെച്ചിട്ടുണ്ടോ? ഒന്നും അറിയാൻ വയ്യ അത്. പോയെങ്കിൽ പിന്നെ ഒരു കാര്യം നടക്കുകയില്ലെന്നുള്ളതാണ്. എന്തെങ്കിലും ആവശ്യത്തിന് ദേ ഇരിക്കുന്നു. നല്ല ആളാണ്. പാസ്ബുക്കിന്റെ അകത്ത് വെച്ചേക്കുന്നു. ഏട്ടൻ ഇന്നലെ ബാങ്കിൽ പോയില്ലേ പാസ്ബുക്ക് പതിപ്പിക്കാനായിട്ട്? പിന്നെ അത് ഓർക്കാതെ വെച്ച് തരും. ഞാൻ ഇതൊക്കെ പോയെന്ന് വിചാരിച്ച അതിനെടുത്ത് പേഴ്സിലോട്ട് വെക്ക്. ഓരോ കാര്യങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോഴേ എന്റെ വില അറിയുള്ളൂ. ചുരുക്കണത് നോക്കുന്നതിന്റെ പാസ്ബുക്കിനകത്തല്ലേ വെച്ചിരുന്നത്? അകത്താ വെച്ചത്, പക്ഷെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. എന്റെ വീട്ടിൽ തന്നെ വെച്ചല്ലോ. ഓ പിന്നെ അവിടെ ഞാൻ ഈ ഇതിനകത്ത് അതിങ്ങ് തന്നെ ഞാൻ പേഴ്സിലോട്ട് വെച്ചേക്കാം. ആ നല്ല കാര്യം. പിന്നെ ഏട്ടാ, റൊണാൾഡോ അച്ഛന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അല്ല, എന്തോ കാശിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്നോട് കുറച്ച് പൈസയൊക്കെ ചോദിച്ചു. ചോദിച്ച പൈസ കൂടെ എത്ര രൂപ ചോദിച്ചാന്നറിയോ? 500 രൂപ. 10,000 രൂപ. എന്നോട് മാത്രമല്ല, ചേച്ചിയോടും ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഞങ്ങളെ ആലോചിച്ചോണ്ടിരിക്കണം, എന്തിനാ ഇതിന് മാത്രം പൈസയുടെ ആവശ്യമൊന്നും. മറ്റേ കുടങ്ങാവിളയിൽ അവളെ കാണാമല്ലോ, റോസ്മേരി അടുത്തൊന്നും പോകില്ലല്ലോ. ആ അവിടെ പോവാൻ അങ്ങോട്ടൊന്നും പോകണല്ലോ. പിന്നെ ഇതിന് എത്ര ആവശ്യം തന്നെ? ആ എന്താണാവോ പറയാൻ പറ്റില്ല. നിങ്ങളെ കുടുംബക്കാരാണ്, ഏത് തരത്തിൽ ഉടായ്പ കാണിക്കും അറിഞ്ഞൂടാ. എന്ത് 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 നിങ്ങളുടെ കുടുംബക്കാരെ പറ്റിയേ അത്ര വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്, അതുകൊണ്ടാണ് ചോദിച്ചത്. അയ്യോ, നിങ്ങൾ ഭയങ്കര നല്ല കുടുംബക്കാരാ. തങ്കവും കനകനും ഉരച്ചു നോക്കണം മാറ്ററിയണമെങ്കിൽ. തന്നെ കൊണ്ട് വെച്ചാൽ മതി. തന്നെ കൊണ്ട് വെക്കും. നല്ല കുടുംബക്കാരുടെ നിങ്ങള്. എല്ലാം പോയി. എന്ത് ജനോടി റേഷൻ കടയില് ഇന്നും കൂടെ അല്ലേ ഉള്ളു, അതുകൊണ്ട് ഇത്ര തിരക്ക്. എന്തായാലും പച്ചരി കിട്ടി എന്റെ പൊന്നെ. എല്ലാത്തിനും അപ്പം വേണം. അപ്പം ഉണ്ടാക്കിയ ഒരു കവർ പാലപ്പത്തിന്റെ പൊടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണതേ അറിയുള്ളൂ. തിരുമല പോണ വഴി നേരെ തിരുമല നേരെ പോയാ മതി. എന്റെ മാലയും കൊണ്ട് പോയേച്ചി. അയ്യോ അത് നോക്കട്ടെ പറഞ്ഞാൽ മതി. ആ അല്ല, ആ മതിലിന്റെ അന്നേ പ്രശ്നം ഉണ്ടായതാ. പുള്ളി നേരത്തെ ഒരു കംപ്ലൈന്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. ആ നമ്മുടെ എന്തെങ്കിലും പറഞ്ഞു ഒതുക്കിയൊക്കെ വിട്ടല്ലേ. അല്ലല്ല, ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിയമ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ദൈവമേ, എടാ ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് തന്നെ വഴിക്ക് രണ്ട് ചെറുക്കന്മാര് വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് വഴി ചോദിച്ചു, തിരുമലയ്ക്ക് പോകാനുള്ള വഴി. ഇവള് പറഞ്ഞു കൊടുക്കണതിന്റെ ഇടയ്ക്ക് മാല പൊട്ടിച്ചിട്ട് പോയി പിടിച്ചിട്ട് കിട്ടിയില്ല അവന്മാര്. പക്ഷെ കിട്ടിയില്ല അവന്മാര്. എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് വഴിയിൽ നിന്ന് എല്ലാരും നാട്ടുകാരൊക്കെ വിളിച്ച് നമ്മുടെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഈ തിരുമലയ്ക്ക് പോണ വഴിക്ക് ലില്ലി അല്ല എവിടെ ഉണ്ട്? അല്ല ഞാൻ വേറെ ഒന്നുമില്ല. ലില്ലി അത് കിട്ടും. നീ ഇങ്ങനെ കിട്ടത്തൊന്നുമില്ല. അവന്മാര് കൊണ്ടുപോയില്ലേ? അത് പോലീസൊക്കെ ഇല്ലേ ഇവിടെ ഈ നാട്ടില്? എന്റെ നാപ്പത്തല്ലമ്മേ മാല കിട്ടിയേക്കണേ. കരയാതിരിക്കേ. ഇപ്പൊ നീ കൊണ്ടുവന്ന് കളഞ്ഞതാണ്, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എന്തായാലും നമ്മള് വഴി പറഞ്ഞു കൊടുത്തപ്പോ അവന്മാര് ഈ പണി കാണിക്കുമെന്ന് ഓർത്താ. ഇങ്ങനെയാണ് ആരെ വിശ്വസിക്കുന്നേമേ ഈ കാലത്ത്? ദൈവമേ, ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല.
എന്ത് കാര്യമായിട്ടാ വഴി ചോദിച്ചത്? ഇഷ്ടന്മാര് ദൈവമേ. ദൈവമേ, ഞാൻ എന്റെ ഇത് എന്നോട് ചോദിക്കാൻ ഞാൻ നന്നായി. ആകെ ഉള്ളത് ഈ പൊന്ന. അമ്മ ദേ വന്ന വഴിക്കൊരു വലിയ സംഭവം ഉണ്ടായി. റേഷൻ കടയിൽ പോയിട്ട് വന്നില്ലേ, ആ സമയത്ത് 2 ചെറുക്കന്മാര് വന്ന് വഴി ചോദിച്ച്, തിരുമലയ്ക്ക് പോണ വഴി ഏതാ ചേച്ചിന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞു ഇങ്ങനെ ഇവിടുന്ന് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഇവളിങ്ങനെ കാണിച്ച് അടുത്തോട്ട് ചെന്ന് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്ത്. അപ്പൊ താണ്ടടിയെ മാലയും പൊട്ടിപ്പറിച്ചോണ്ട് ഒറ്റ പോക്ക്. ദൈവമേ, മാല പൊട്ടിച്ചോണ്ട് പോയാ? ഞങ്ങൾ അവിടെ കിടന്ന് വിളിച്ചു കൂവി, ആര് കേക്കാൻ. ഒരു 1.5 പവൻ വരൂലായിരുന്നു അത്. ഇന്നത്തെ വില അനുസരിച്ച് എത്ര രൂപ കിട്ടും? ഇനി അതും പറഞ്ഞ് വിഷമിപ്പിക്കുന്നതാണ്. പലരും ഒക്കെ വഴി ചോദിക്കുമ്പോ എന്തിനാണ് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നത്? ആരാണെങ്കിലും ചോദിച്ചാ പറയത്തില്ലേ? മാല എടുത്ത് പൊക്കത്തിൽ ഇടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? എപ്പോഴും അങ്ങനെയല്ല അമ്മയുടെ. അങ്ങനെ ഇടരുത്. ഇന്നത്തെ പിള്ളേരുടെ ഒരു സ്വഭാവം. പത്രത്തിലൊക്കെ നിങ്ങൾ വായിക്കുന്നില്ലേ? അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇവൻ പോണത് എന്തിനാണ്? നോക്കാനുള്ളത്. പോണ പോക്കിന് വലിച്ചു വിട്ടിട്ടുണ്ടങ്ങ് പോയേക്ക്. ഇതൊക്കെയാണ് സ്വഭാവങ്ങൾ കേട്ടാ. പോയത് പോയില്ലേ, പിന്നെ വല്ല പ്രഷറും കയറി നീ ചാകും. പോയി നമ്മ മുഖമൊക്കെ കഴുകുമ്പ. എന്ത് ചെയ്യും? സാരയില്ല, ഒരു ഓണഫണ്ട് കൂടാന്നിട്ട് നമുക്കൊരു മാല മേടിക്കാം. കരഞ്ഞിട്ട് എന്താ കാര്യം? അന്വേഷിക്കണം ഭാര്യ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. അച്ചമ്പി എന്താ എന്തോ ടെൻഷനിലാന്ന് തോന്നല്ലോ. നീ കാര്യം പറ. എന്ത്? എവരി ഡോഗ് ആസൈഡ് എന്ന് കേട്ടിട്ടുണ്ട്. ആ ദിവസമാണ് ഇന്ന് എൻ്റെ. എന്ത് കാര്യം പറഞ്ഞേ? എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ എല്ലാവരോടും ചോദിച്ചു. മൊത്തം ലില്ലിപ്പണിനോട് ചോദിച്ചു, തങ്കഞ്ചേട്ടത്തെ ചോദിച്ചു കൊടുത്തു, ഇവിടുത്തെ അമ്മ എടുത്ത് ചോദിച്ചു. പക്ഷെ എന്റെ നേർക്ക് ആരും മോന്തിരിച്ചില്ല. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. പ്രാർത്ഥന ഞാൻ മെഴുകി എത്തിക്കുന്നുണ്ട്, എനിക്ക് ഗുണമുണ്ടായി. പൊന്നിന്റെ രൂപത്തിൽ കർത്താവ് എന്നോട് കടഞ്ഞു. കണ്ടില്ലേ? കണ്ട അത് വിട്. ഇത് കർത്താവ് തമ്പുരാൻ എന്റെ മുന്നിലിട്ട് തന്നെ. എങ്ങനെയാലും ഒരു 2-2.5 പവൻ വരും. എന്റെ കടവും തീർത്തിട്ട് പിള്ളേരെ സ്കൂളിൽ ചേർക്കാനുള്ള പൈസ തമ്പുരാനേ ഞാൻ 100 മെഴുകി തരിക. വിളിക്കെല്ലാരും എന്നെ പുഴു പോലെ ഇവിടെ ഇറക്കി വിട്ടല്ലോ. ലില്ലിപ്പെണ്ണെടുത്ത് 14 രൂപ വെച്ചപ്പോ ലില്ലിപ്പെണ്ണാരായില്ല. 14 ഞാൻ അങ്ങോട്ട് തരാം. അയ്യോ, എന്റെ മാല ചേച്ചി, എന്റെ മാല ചേച്ചി. ഇത് ഇവളുടെ മാല. ഇവര് കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഏതോ വരുന്ന തിരുമല പോണ വഴി ചോദിച്ചു. എന്നിട്ട് കഴുത്തി കിടന്ന മാല പൊടിച്ച് ഓടിക്കളഞ്ഞു. തെരഞ്ഞാൻ ഇവിടെ എങ്ങനെ? ചേച്ചനെ എവിടെ കിടന്നു കിട്ടിയത്? അത് ആ വരുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിൽ കിടന്നു. ഇതാ പറയുന്ന ഓരോ അരിമണിയിലും അതിന്റെ ഉടമയുടെ പേര് കുത്തിവെച്ചിട്ട്. ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് മേടിച്ചല്ലേ, അതങ്ങനെ നഷ്ടപ്പെടൂല. അച്ചമ്പി, ഈ തിരിച്ച് കിട്ടില്ലെന്ന് പറഞ്ഞ സ്വർണം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ചെലവെങ്കിലും ഉറപ്പായിട്ടുണ്ട്. അയ്യോ, അയാൾക്ക് ഞാൻ ഇവിടുന്ന് പൈസ ഒപ്പിച്ചു കൊടുക്കും. Audience.